ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുറേ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ജാനകിയുടെ അഭിയുടെയും വീട് കഥ അത്യാവശ്യം ലാഗില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാധാമണിയുടെ ഒരു എപ്പിസോഡ് തുടങ്ങിയതിന് ശേഷം ഭയങ്കര ലാഗാണ്. ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് തീർക്കേണ്ട കഥ ഇപ്പോൾ 2-3 ആഴ്ചകൾ കൊണ്ട് ഇങ്ങനെ ലാഗടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. പ്രേക്ഷകർക്കും അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയത്തില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ എപ്പിസോഡുകളെല്ലാം ലാഗാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ലാഗ് മാറി കുറച്ചുകൂടി സ്പീഡ് എപ്പിസോഡുകൾ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജാനകിക്കും അഭിക്കും അങ്ങോട്ടാണ് നമ്മുടെ അപർണ പണി കൊടുക്കാറുള്ളത്. 8ന്റെ പണി അങ്ങോട്ടാണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഇത് അപർണയ്ക്ക് ഇങ്ങോട്ട് പണി കിട്ടിയതാണ്. പക്ഷെ അതും അപർണ പോയി ചോദിച്ച് മേടിയ പണിയായിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? അതിനു മുൻപ് നമുക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ സക്കീർ ഭായ് തമ്പിയെ കാണാനായിട്ടാണ് ചെന്നത്. അതും തമ്പിയുടെ ഈ ഫോട്ടോ ഞങ്ങൾ വരച്ച ഫോട്ടോ തമ്പിയുടേതാണോ, കുട്ടിക്കാലത്തെ ആ ഒരു 25 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സക്കീർ ഭായ് പോയത്. എന്നിട്ട് തമ്പിയെ ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ തമ്പി പറഞ്ഞിരുന്നു, ഇതെൻ്റെ 25 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ പണ്ടത്തെ ഫോട്ടോ അല്ലേ, ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി, ഇതെങ്ങനെ വക്കീൽ നിങ്ങളേൽ കിട്ടി എന്ന് തമ്പി തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് സക്കീർ ഭായ് പറഞ്ഞത്, സക്കീർ ഭായ് ഒരു കള്ളം പറഞ്ഞതാണ്, ഇത് എനിക്ക് വിശ്വൻ തന്നതാണ്, അവനാണ് നിങ്ങളുടെ ഈ ഫോട്ടോ രാധാമണി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞത്. രാധാമണി ഈ ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ വന്ന സമയത്ത് എങ്ങനെയോ അവരുടെ കയ്യിൽ കിട്ടിയതാണ്, ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്, അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് തമ്പിയുടെ കയ്യിൽ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അതോടുകൂടി തമ്പിയുടെ കൈയും കാലും അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ദൈവമേ, ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചില്ല രാധാമണി ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഇങ്ങനൊരു മകനുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ സത്യം തന്നെ ആയി. ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം സത്യമായി. രാധാമണിയും വിശ്വനും എന്നെ കാണാനായിട്ട് വരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞാൻ മാത്രം അവരെ കണ്ടിട്ടില്ല. എന്തായാലും തനിക്ക് ഒരു പണി വരുന്നുണ്ട്, തനിക്കൊരു 8ന്റെ പണി വരുന്നുണ്ട് എന്ന് തമ്പിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ തമ്പി തിരികെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപർണയുടെ കോള്. അപ്പോൾ അതിനു മുന്നേ തന്നെ അപർണ താഴെ സോഫയിൽ ഇരിക്കുന്ന ടൈമിൽ പൊന്നു അവിടുന്ന് സുന്ദരിയായിട്ട് ഒരുങ്ങി താഴോട്ട് വരുമായിരുന്നു. അപ്പോൾ അപർണ കാര്യം ചോദിച്ചപ്പോൾ പൊന്നു പറഞ്ഞത്, പൊന്നു എവിടെയാ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ പോകുവാണെന്നും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് വിഷുവിന് അച്ഛൻ തന്ന ഡ്രസ്സാണ്, ഇപ്രാവശ്യം വിഷു ആഘോഷിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇട്ടോളാനായിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ഇട്ടതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി പൊന്നു പുറത്തോട്ട് പോയി. ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പൂട്ടി എല്ലാം ഇത് ഇറങ്ങുവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അപർണയ്ക്ക് ഒരു അത്ഭുതം തോന്നി. അപർണ പതുക്കെ മുകളിലോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ അഭിയുണ്ട്. അഭി കഥവെല്ലാം പൂട്ടി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഈ തക്കം നോക്കി തന്നെ അപർണ തൻ്റെ അച്ഛനെ വിളിക്കുകയും എന്നിട്ട് അഭിയുടെ കയ്യിലൊരു ഫോട്ടോയുണ്ടെന്നും ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന കാര്യം ഞാൻ കേട്ടു. അപ്പോൾ അത് പൊന്നുവിനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ആ ഫോട്ടോ ആരെയും കാണിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകിയുടെ അമ്മയെക്കുറിച്ചുള്ള വിവരം കിട്ടും എന്നുകൂടി അപർണ പറഞ്ഞു. അങ്ങനെ അഭി പോയ തക്കത്തിന് ഞാൻ ഉറപ്പായിട്ടും ആ ഫോട്ടോ കാണുകയും അത് ഫോട്ടോ എടുത്ത് അച്ഛൻ അയച്ചു തരാമെന്ന് കൂടി അപർണ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. തമ്പിയുടെ മനസ്സിൽ അഭി അങ്ങനെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തമ്പിയുടെ കുട്ടിക്കാലത്തെ ആ ഒരു 25 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോ ആയിരിക്കും. ആ ഫോട്ടോ അഭി അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ എന്നെ വെച്ച് അഭി എന്തോ കളി കളിക്കുന്നുണ്ടെന്ന് തമ്പിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പി ആ ഫോട്ടോ ചോദിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഭി പുറത്തോട്ട് പോയതിന് പിന്നാലെ അപർണ പതുക്കെ കതക് തുറന്ന് അകത്ത് കയറി ആ ഫോട്ടോ നോക്കുവാണ്. ഫോട്ടോ നോക്കുന്ന ടൈമിൽ കതവ് അടഞ്ഞു പോകും പോലെ അപർണയ്ക്ക് തോന്നി. നോക്കുമ്പോൾ അപർണ പോയി കതവ് തുറന്ന് നോക്കുമ്പോൾ കതവ് പൂട്ടിയിട്ടിരിക്കുവാണ്. കതവ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. കുറേ വട്ടം അപർണ തട്ടി നോക്കി, ഒരു രക്ഷയില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. നേരെ തമ്പിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. പക്ഷേ ഡോർ ലോക്കായത് കൊണ്ട് തന്നെ അപർണയ്ക്ക് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയത്തില്ല. ആരെങ്കിലും വന്ന് കതവ് തുറക്കുമ്പോൾ എന്തിനാ അഭിയുടെ റൂമിൽ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് അപർണയുടെ കയ്യിൽ ഉത്തരവില്ല. അപർണ അങ്ങനെ ഒരുപാട് വട്ടം നോക്കുന്നുണ്ട്. അതിനിടയിൽ ഫോട്ടോ നോക്കാനുള്ള സമയം അപർണയ്ക്ക് കിട്ടിയില്ല.
ഫോട്ടോ നോക്കുന്നതിന് മുന്നേ തന്നെ ഈ കതവ് അടഞ്ഞു പോയത് കൊണ്ട് തന്നെ അപർണയ്ക്ക് ഫോട്ടോ നോക്കാൻ പറ്റിയില്ല. മാത്രമല്ല അപർണയ്ക്ക് ഫോട്ടോ അതിനുശേഷം അപർണ ഇങ്ങനെ പതുക്കെ നോക്കിയപ്പോൾ ഒരു ഫോട്ടോ കണ്ടു. പ്രത്യേകിച്ച് അപർണയ്ക്ക് മനസ്സിലായില്ല അത് ഫോട്ടോ എടുക്കാനായിട്ട് അപർണയുടെ കയ്യിൽ ഫോണില്ല, അത് പുറത്ത് റൂമിലിരിക്കുമായിരുന്നു. അപ്പോൾ ഫോണില്ലാത്തത് കൊണ്ട് അപർണയ്ക്ക് ആരെയും വിളിക്കാനും പറ്റത്തില്ല, ഈ ഫോട്ടോ എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ അപർണ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫോട്ടോ കണ്ടു, ആ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫോട്ടോ എടുത്ത് അച്ഛൻ അയക്കാനും പറ്റത്തില്ല, മറിച്ച് തനിക്ക് ഒട്ടും രക്ഷപ്പെടാനും പറ്റത്തില്ല, ഫോണും ഇല്ല, അച്ഛനെ ഒട്ട് വിളിക്കാനും പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിരഞ്ജന ആ സമയത്ത് വരികയായിരുന്നു. അപ്പം നിരഞ്ജന അഭിയും ജാനകിയും പുറത്തു വെച്ച് കണ്ടപ്പോൾ അമ്പലത്തിൽ വരുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇല്ല ഏട്ടത്തി എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അവർ പോയതിന് പിന്നാലെ നിരഞ്ജന അകത്തേക്ക് കയറി വരുമ്പോഴാണ് അഭിയേട്ടൻ്റെ റൂമിൽ നിന്നും കതവ് തട്ടുന്ന ശബ്ദം കേട്ടത്. നിരഞ്ജന പോയി നോക്കി. ഇതേപോലെ നിരഞ്ജനയുടെ റൂമിൽ നിന്നും കുറച്ച് സാധനങ്ങൾ, താൻ സൂക്ഷിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചതുപോലെ നിരഞ്ജനയ്ക്ക് കണ്ടു. നിരഞ്ജന അത് കണ്ടെത്തിയിരുന്നു. അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ നിരഞ്ജന വിചാരിച്ചു എന്തായാലും കള്ളൻ കയറിയതായിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് നിരഞ്ജന ആ കതവ് പോയി തട്ടി നോക്കിയത്. തട്ടി നോക്കാനായിട്ട് പോകുമ്പോഴാണ് അപർണയുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടപാടെ തന്നെ നിരഞ്ജന ഉറപ്പിച്ചു അപർണ ഇതിൻ്റെ അകത്ത് എന്തോ രഹസ്യം തേടി പോയതാണ്. എന്തായാലും ഇപ്പോൾ താനൊന്നും മിണ്ടുന്നില്ല, അകത്ത് തന്നെ കിടന്നോട്ടെ, അവിടെ കിടന്ന് മറ്റുള്ളവരെല്ലാവരും അറിയട്ടെ, അവളുടെ ചതി എന്താണ് അല്ലെങ്കിൽ അവളുടെ ക്രൂരത എന്താണെന്നൊക്കെ എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജന ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിയുടെ ഒരു കോള് നിരഞ്ജനയ്ക്ക് വരുന്നുണ്ട്. നിരഞ്ജന കോളെടുത്ത് സംസാരിച്ചു. നിരഞ്ജന കോളെടുത്ത് അപ്പോൾ ഈ ഒരു സംഭവം ഈ അഭിയുടെ കോള് വരുന്നതിന് മുന്നേ തന്നെ നിരഞ്ജന ഇങ്ങനെ എന്തായാലും അപർണ അവിടെ കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു വിടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, തൻ്റെ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് പൊന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് അഭി നിരഞ്ജനെ വിളിച്ചത്. നിരഞ്ജനെ വിളിച്ചിട്ട് പറഞ്ഞു, നിരഞ്ജനെ എൻ്റെ റൂമിൻ്റെ ആ സൈഡിലെ ചെടിച്ചട്ടിയിൽ ഞാൻ താക്കോല് വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ താക്കോല് നീ എടുത്ത് കതവ് തുറന്നു കൊടുക്കാനായിട്ട് നിരഞ്ജനയോട് ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ അഭിയേട്ടനോട് ചോദിച്ചു, അഭിയേട്ടാ അപ്പോൾ അപർണ റൂമിനകത്ത് കയറിയ കാര്യം അഭിയേട്ടൻ അറിഞ്ഞോ? നിരഞ്ജന പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ അഭി അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അഭി അറിഞ്ഞിട്ടല്ലേ അത് പോയത്, അപ്പോൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെ ഞാൻ അറിഞ്ഞു, അവൾ ഇതേപോലെ പുറത്തു നിന്ന് അവളുടെ അച്ഛന് ഫോൺ വിളിക്കുന്ന കാര്യം ഞാൻ കേട്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചു അവൾ ഈ റൂമിൽ കയറി എന്തെങ്കിലും പരിശോധിക്കുമെന്ന്. ഞാൻ പതുക്കെ താഴോട്ട് പോയതിന് ശേഷം അവൾ റൂമിൽ കയറുന്നതും പിന്നാലെ ഞാൻ വന്ന് കതവ് കുറ്റിയിട്ടിട്ട് താക്കോൽ അവിടെ വെച്ചിട്ട് പോയതാണ്. കുറച്ച് കഴിയുമ്പോൾ നീ താക്കോൽ വെച്ച് കതവ് തുറന്നു വിട്ടേരെ എന്ന് നിരഞ്ജനോട് പറഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും വേണ്ട അഭിയേട്ട, അവൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് അവിടെ കിടക്കട്ടെ, എല്ലാവരും ഇനി വരട്ടെ, അഭിയേട്ടനൊക്കെ വന്നതിന് ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ കതവ് തുറന്നു വിടാം എന്ന് പറയുകയും അങ്ങനെ അപർണയെ ഒരിക്കലും ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അട്ടപ്പട്ടലം നിരഞ്ജനെ അഭിയും കൂടി ചേർന്ന് പൂട്ടി. അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? അപർണ എന്തായാലും നാണം കെടാൻ വേണ്ടിയിട്ട് പോകുവാണ്, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.